നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദേശ നിക്ഷേപകർ ജപ്പാനീസ് വിപണിയിൽ റബ്ബറിൽ താൽപ്പര്യം കാണിച്ചില്ല. വാരാരംഭത്തിൽ കിലോ 380 yen വരെ കയറിയ റബ്ബർ ഇന്ന് 366 ഇടിഞ്ഞത് റബ്ബർ ഉൽപ്പാദന രാജ്യങ്ങളിലെ സ്റ്റോക്ക് എടുക്കുന്നവരെ സമ്മർദ്ദത്തിലാക്കി. ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ 231 രൂപയാണ്. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ കിലോ 216 രൂപയിലും 5ാം ഗ്രേഡ് 213 രൂപയിലും സ്റ്റഡിയാണ്. തേങ്ങയ്ക്ക് വൻ തിരിച്ചടി, കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഇടിവ്, ഏലത്തിനും ആശങ്ക. ഏലം ഉൽപ്പാദന മേഖലകളിൽ പകൽ താപനില പതിവിലും വർദ്ധിക്കുന്നത് ഉൽപ്പാദകരെ ആശങ്കയിലാക്കി. വേനൽ മഴയുടെ അഭാവത്തിൽ പല തോട്ടങ്ങളും വരൾച്ചയുടെ പിടിയിൽ അമരുമെന്ന സൂചനയാണ് ലഭ്യമാകുന്നത്. ചൂട് ഇനിയും ഉയർന്നാൽ ജലസേചന മാർഗങ്ങൾക്ക് മുതിർന്നില്ലെങ്കിൽ ശരങ്ങൾക്ക് വാട്ടം സംഭവിക്കാം. അറബ് രാജ്യങ്ങൾ റംസാൻ കാലമായതിനാൽ പുതിയ വ്യാപാരങ്ങളിൽ നിന്നും അല്പം പിന്തിരിഞ്ഞു. എന്നാൽ ഈസ്റ്റർ ഡിമാൻഡ് മുന്നിൽ കണ്ട് യൂറോപ്യൻ വാങ്ങലുകാർ കച്ചവടങ്ങൾക്ക് ഉത്സാഹിക്കുന്നുണ്ട്. കാലാവസ്ഥ മാറ്റങ്ങൾക്കിടയിൽ 51,593 കിലോ ഏലക്ക വിൽപ്പനയ്ക്ക് എത്തിയതിൽ 51,646 കിലോയും വിറ്റഴിഞ്ഞു. ശരാശരി ഇനങ്ങൾ കിലോ 2,312 രൂപയായി താഴ്ന്നു. മികച്ച ഇനങ്ങൾ 2,822 രൂപയിലും കൈമാറി. ദക്ഷിണേന്ത്യൻ നാളികേര ഉൽപ്പന്നങ്ങൾ രൂക്ഷമായ വില തകർച്ചയിൽ. ഉൽപ്പാദനത്തിൽ മുന്നിൽ നിലകൊള്ളുന്ന തമിഴ്നാട്ടിൽ പച്ചത്തേങ്ങയ്ക്കും കൊപ്രയ്ക്കും വ്യാവസായിക ഡിമാൻഡ് മങ്ങിയത് സ്ഥിതിഗതികൾ സങ്കീർണമാക്കി. കാങ്കയത്ത് കൊപ്രയ്ക്ക് 500 രൂപയും വെളിച്ചെണ്ണയ്ക്ക് 625 രൂപയും ഇടിഞ്ഞു. ഇതിൻ്റെ ചുവട് പിടിച്ച് കൊച്ചിയിൽ എണ്ണ കൊപ്ര വിലകൾ 300 രൂപ വീതം താഴ്ന്നപ്പോൾ തൃശ്ശൂരും കോഴിക്കോട് കിൻഡലിന് 400 രൂപ വീതം കുറഞ്ഞു. വില തകർച്ചയ്ക്കിടയിൽ വിളവെടുപ്പിന് മുതിരണോ അതോ കാത്തിരുന്നാൽ മെച്ചപ്പെട്ട വിലയ്ക്ക് അവസരം ലഭിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കർഷകർ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. റബ്ബറിന് മാത്രമല്ല, കേര കർഷകർക്കും ഇപ്പോൾ വലിയൊരു തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെ വൻ വില തകർച്ചയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഇപ്പോൾ വില തകർച്ചയാണ്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.